ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴെന്നത്തെയും പോലെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങളുമായിട്ടാണ് ഇന്നും വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ പള്ളി പെരുന്നാൾ നടക്കുന്നു, റാസയൊക്കെ നടക്കുന്നു, അമ്പലത്തിലെ സപ്താഹം കഴിഞ്ഞു. ഇന്നലെ സപ്താഹമൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ഉത്സവത്തിൻ്റെ തിരക്കും കാര്യങ്ങളും ഒക്കെയാണ്. ചൊവ്വാഴ്ച ദിവസമാണ് കേട്ടോ നമുക്ക് ഉത്സവം. ഇപ്പോഴും സപ്താഹം കഴിഞ്ഞു. ഇന്നലെ വരെ ഉള്ളതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ അമ്പലത്തിൽ പരിപാടി നടക്കുന്നു, നമ്മുടെ പള്ളിയിൽ പരിപാടി നടക്കുന്നു. ഞാൻ എങ്ങോട്ടൊക്കെ ഓടുമെന്ന് എനിക്കറിയത്തില്ല. അവസാനം രണ്ടിലൊന്ന് തീരുമാനിച്ചു, റാസ കാണാൻ പോകാമെന്ന് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ റാസ കാണാൻ പോയി കേട്ടോ. അപ്പോഴേ എനിക്ക് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഭയങ്കര സന്തോഷം ഉണ്ടായി ഇന്നലെ. അപ്പുറത്തെ സൈഡിൽ നിന്ന് റാസ കണ്ടുകൊണ്ടിരുന്ന എന്നെ ഓടിച്ച് ഇപ്പുറത്തെ സൈഡിലാക്കി. അപ്പോഴങ്ങനെ എനിക്ക് തിരുമേനിയുടെ അനുഗ്രഹവും കിട്ടി കേട്ടോ. നമുക്കറിയാമല്ലോ നമ്മുടെ പള്ളിയിലെ അച്ഛന്മാരെ, നമ്മുടെ തിരുമേനിമാരൊക്കെ നമുക്ക് അനുഗ്രഹം തരുമ്പോൾ അത് എന്തോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം തന്നെയാണ് കേട്ടോ. അത് എനിക്കറിയത്തില്ല എന്നെ എങ്ങനെ അപ്പുറത്തെ സൈഡിൽ നിന്ന് എന്നെ ഇപ്പുറത്തെ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ നിന്നതാണ് കേട്ടോ. നല്ല രസം നമ്മളെ റാസ കാണാൻ കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെ ഒരു ചെറിയ ഇതുണ്ടല്ലോ മാതാവിൻ്റെയൊക്കെ, അതൊക്കെ ഞാൻ വീഡിയോയ്ക്കകത്ത് കാണിക്കാം. എവിടെ പോയാലും ഞാൻ ഏതൊരു പള്ളിയാണേലും അമ്പലമാണേലും ഒന്ന് തല കൊണ്ടിട്ട് എന്തായാലും ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകത്തുള്ളൂ. അത് ഏത് ഹെലികോപ്റ്ററിൽ പോയാലും ഈ സൂപ്പർ തല കൊണ്ടിട്ട് ഒന്ന് പ്രാർത്ഥിക്കും കേട്ടോ. അവരൊന്നും ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല കേട്ടോ. അപ്പോൾ അത് എല്ലാവർക്കും അങ്ങനെ തോന്നും, എന്താ എനിക്കറിയത്തില്ല. പള്ളിയാണേലും അമ്പലമാണോ ഏതൊന്നുമില്ല, ഒന്ന് തലവും വിട്ടു ഒന്ന് പ്രാർത്ഥിക്കും കേട്ടോ. എൻ്റെ കൈ ഒന്ന് വെറുതെ എങ്കിലും ഇവിടെ ഒന്ന് വെച്ച് പോകും ഞാൻ. അപ്പോഴങ്ങനെ പള്ളിയുടെ മുന്നിലാണ് ഞാൻ അപ്പുറത്തെ സൈഡിൽ നിന്നതാണ്. അപ്പോൾ ഇപ്പുറത്ത് വരാൻ കാരണം എന്തോ എന്നെ അവർ പടക്കമുണ്ടല്ലോ, വെടിയോ തീപ്പരയുണ്ടല്ലോ, അയ്യോ എനിക്കറിയത്തില്ല. ഞാനങ്ങ് പെട്ടുപോയി അവിടെ. ഞങ്ങളെല്ലാവരും കൂടെ പോയത്. പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ എനിക്ക് ഈ വെടി ഇതൊക്കെ ഭയങ്കര പേടിയെന്ന് വെച്ചാൽ. അപ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ പടപടാന്ന് ശബ്ദം വരുമ്പോൾ ഇതെല്ലാം എൻ്റെ നെഞ്ചിനകത്ത് പടപടക്കാന്നങ്ങ് കേൾക്കും കേട്ടോ. എനിക്ക് അപ്പോഴും അവിടെ നിൽക്കാൻ ഒക്കത്തില്ല. അങ്ങനെ ഞാൻ അവിടെ അടുത്ത് തന്നെ ചെന്ന് നിന്നത് കേട്ടോ. ഞങ്ങളെല്ലാം കൂടെ അവിടെ അറിയാതെ ചെന്ന് നിന്നത്. അപ്പോഴത്തേന് തുര ഇവരെന്നെ പടക്കം പൊട്ടിച്ച് ഓടിച്ചു കേട്ടോ. ഞാൻ ആരെയും എൻ്റെ കൂടെ വന്നവരെ ഒന്നും ഞാൻ തിരക്കിയില്ല, വിളിച്ചില്ല കേട്ടോ. ആരും വരത്തില്ലെന്ന് അറിയുന്ന വെച്ചാൽ ഇവരൊക്കെ കമ്പത്തിൻ്റെ ഭയങ്കര ആൾക്കാരായിട്ടോ. കമ്പും കാണാൻ ഭയങ്കര ഇഷ്ടം. കമ്പാണോ ഇത് തീപ്പരിയോ ഇത് കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. അപ്പോഴും ഞാൻ പിന്നെ വിളിച്ചാൽ അവർ വരത്തില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഓടി നേരെ ഞാൻ ഓടി. അപ്പോഴവിടെയും കൊണ്ട് നിൽക്കാൻ എനിക്ക് ഒക്കുന്നില്ല. ഞാൻ എന്ത് ചെയ്തു, അന്ന് അപ്പുറത്തെ സൈഡിൽ പള്ളിയുണ്ട്, പാഴ്സനേജും പള്ളിയും ഗവൺമെൻറ്റും ഒക്കെ ഉണ്ട്. അതിൻ്റെ മുന്നിൽ ചെന്ന് നിന്നപ്പോൾ എനിക്കൊരു ആശ്വാസം കിട്ടി കേട്ടോ. അപ്പോൾ നമ്മുടെ തിരുമേനിമാരും പുരോഹിതന്മാരും ഒക്കെ വരുമല്ലേ. അതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ. ഞാൻ ആദ്യം എങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്, റാസയൊക്കെ വന്നുകൊണ്ടിരുന്നപ്പം തന്നെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നു. എനിക്ക് എൻ്റെ മനസ്സിനകത്തൊരു അയ്യോ തിരുമേനി അച്ഛൻ ചിലപ്പം നമുക്ക് കുരിശു വരയ്ക്കും, നമുക്ക് ഇത് തരുമെന്ന് എൻ്റെ മനസ്സിനകത്ത് വെറുതെ ഒരു കൊള്ളിമീൻ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ മക്കൾ വീഡിയോ എടുക്കുക, അമ്മ ഇവിടെ നിൽക്കാം, ചിലപ്പം അച്ഛൻ തിരുമേനിമാരൊക്കെ വരുവാണ്. ഭാഗ്യം പോലെ എനിക്കങ്ങ് പെട്ടെന്ന് ഇതായിപ്പോയേ. അവിടെ നിന്നവർക്കൊന്നും എനിക്കറിയത്തില്ല അനുഗ്രഹം കൊടുത്തോ എന്തോന്ന് ഞാൻ ഒന്നും നോക്കിയില്ല. പക്ഷെ നേരിട്ട് ഞാൻ വീഡിയോ ഇടാൻ അതിനകത്തുകൊണ്ട് കേട്ടോ. നേരെ അങ്ങ് അച്ഛൻ വന്ന് ഇങ്ങനെ കുരിശ് വരച്ച് വന്നപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു ഭയങ്കര എനിക്കറിയത്തില്ല കേട്ടോ. നമുക്കത് അങ്ങനെയൊക്കെയുള്ള ഒരു അനുഗ്രഹങ്ങൾ കിട്ടുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഒരു അനുഗ്രഹം കിട്ടുന്നത്. എൻ്റെ മോനും അതിനൊരു ഭാഗ്യം ഉണ്ടായി. അവനെയും തിരുമേനി ഇങ്ങനെ കുരിശുണ്ടല്ലോ അവരുടെയൊക്കെ കയ്യിരിക്കുന്ന കുരിശിൻ്റെയൊക്കെ ഇത് നമുക്കറിയാമല്ലോ. അതൊക്കെ ഒരു വലിയ അനുഗ്രഹം കേട്ടോ. എന്നാൽ പപ്പയും മോളും അപ്പുറത്തായിപ്പോയി, അവർക്ക് കിട്ടിയതുമില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇന്നലെ അനുഗ്രഹം കിട്ടിയത് കേട്ടോ. പള്ളിയുടെ മുന്നിലുമായിരുന്നു നമ്മൾ നിന്നേ, നമ്മുടെ മാതാവിൻ്റെ മുന്നിലുമായിരുന്നു നിന്നേ. അങ്ങനെ എനിക്കൊരു ഓർക്കപ്പുറത്ത് ഇന്നലെ ഒരു അനുഗ്രഹം കിട്ടി. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണോ? എനിക്ക് കിട്ടിയ അനുഗ്രഹത്തിൽ നിന്ന് കുറച്ച് നിങ്ങൾക്ക് കൂടെ തരട്ടെ.
വേണോ ആർക്കെങ്കിലും? വേണ്ട, ഒരു കൈ വെക്കും. അപ്പോഴേ എനിക്കതൊരു ഭയങ്കര എന്താ, എനിക്കറിയത്തില്ല കേട്ടോ, ഇങ്ങനെയൊക്കെ അനുഗ്രഹം കിട്ടുമ്പോൾ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷം തന്നെ കേട്ടോ. അങ്ങനെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ഇനി വീട്ടിൽ പോകുന്നു. നല്ല ഇതായിരുന്നു, ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സന്തോഷമല്ലേ നമുക്ക് ഇങ്ങനെയൊക്കെ നമ്മുടെ പള്ളിപ്പെരുന്നാളും ഒക്കെ വരുമ്പോൾ എന്തോ സന്തോഷം. ഞാൻ ഈ പള്ളിയിൽ എന്തെങ്കിലും പള്ളിപ്പെരുന്നാളും അമ്പലത്തിലെ ഉത്സവവും ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ പറയും, ദൈവമേ നമ്മുടെ വീട് അതിൻ്റെ അടുത്തായിരുന്നെങ്കിൽ നമുക്ക് ഒറ്റ ഓട്ടത്തിന് പോയി തൊഴുതിട്ടൊക്കെ വന്നുകൂടായിരുന്നു. ഇതിപ്പോൾ ഞങ്ങൾക്ക് എങ്ങോട്ട് പോയാലും നന്നായിട്ട് നടക്കണം കേട്ടോ. പിന്നെ നമ്മുടെ അണ്ണനുള്ളത് കൊണ്ട് എനിക്ക് വലുതായിട്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും നടന്നു പോകേണ്ടടുത്ത് നമ്മൾ നടന്നു തന്നെ പോവും. അപ്പോഴങ്ങനെയൊക്കെ പോകണമെന്ന് തന്നെയാണ് നമ്മുടെ അല്ലേ, അമ്പലത്തിലും പള്ളിയിലുമൊക്കെ അങ്ങനെയൊക്കെ ശബരിമലയിലൊക്കെ കയറിപ്പോകുന്നത്. ഇപ്പം കല്ലും മുള്ളുമൊന്നും ഇല്ലല്ലോ, ശബരിമലയിലൊക്കെ നല്ല മെയിൻ റോഡൊക്കെ അല്ലേ. അപ്പോൾ അങ്ങനെ ഇന്നലെ ഞങ്ങളുടെ ഇന്നലെ നമുക്ക് തെക്കോട്ടായിരുന്നു, ഇന്നലെ നമ്മുടെ റാസ, ഇന്ന് വടക്കോട്ടാട്ടോ. പിന്നെ എല്ലാ വർഷവും ഒന്നും മഴ പെയ്യും എന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ ഇത് കേട്ടോ, അനുമാനം ഈ നാട്ടിലുള്ളവരുടെ. അപ്പോൾ ഇന്നൊരു ചെറിയ ഒരു മന്ദാരമൊക്കെ ഉണ്ട്, പെയ്യുമോ എന്തോ എനിക്കറിയത്തില്ല. അപ്പോൾ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കടമ്പനാട്ട് അമ്മയും ഈ നമ്മുടെ പള്ളിയിലെ വല്യപ്പച്ചനോ ആങ്ങളെയും പെങ്ങളോ, എനിക്ക് കൂടുതൽ അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല കേട്ടോ. ഇവിടുത്തുകാരെന്നെ ഞാൻ അറിയാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെന്നെ ഓടിച്ചിട്ട് അടിക്കും. അപ്പോഴിങ്ങനെ പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ. വല്യപ്പച്ചനായിരിക്കാം അവിടെ ഇരിക്കുന്നത്. വല്യപ്പച്ചനും കടമ്പനാട്ട് നമ്മുടെ ദേവിയും ആങ്ങളെയും പെങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പോൾ നമ്മുടെ അമ്പലത്തിൽ എന്ത് പരിപാടി നടന്നാലും നമ്മുടെ വല്യപ്പച്ചൻ്റെ അടുത്ത് പോകും, പള്ളിയിൽ പോയി അവിടെ എല്ലാം ഇതും വാങ്ങിച്ചിട്ട് അവിടുന്നും വരത്തുള്ളൂ. പിന്നെ പള്ളിക്കാർ അമ്പലത്തിൽ പോകുമെന്ന് എനിക്കറിയത്തില്ല, എനിക്കറിയത്തില്ല. പക്ഷേ നമ്മുടെ അമ്പലത്തിൽ നിന്ന് ഈ ആറാട്ടൊക്കെ വരുമ്പോൾ അവിടെ പോയി ആന പോയി നമസ്കരിക്കും കേട്ടോ. ഭയങ്കര അതൊക്കെ പോയി കാണണം. ഇനി അടുത്ത വർഷമാണ് ഒന്ന് പോയി കാണാം. അതൊക്കെ ഭയങ്കര ഇതാണ് കേട്ടോ. വല്യപ്പച്ചൻ്റെ അനുഗ്രഹമൊക്കെ എന്നാൽ ഇനി ഇളയതായിരിക്കും പെങ്ങൾ. അതല്ലേ വല്യപ്പച്ചൻ്റെ അനുഗ്രഹം വാങ്ങിക്കാൻ അവിടെ പോകുന്നത്. ഞാൻ ഇനി ആരോടെങ്കിലും ചോദിച്ചിട്ട് കൂടുതലായിട്ട് ഞാൻ പറയാം കേട്ടോ. അല്ലെങ്കിൽ അറിയാത്ത കാര്യം പറഞ്ഞാൽ ഈ നാട്ടുകാരെങ്കിലും കാണുന്നെങ്കിൽ എന്നെ ഓടിക്കത്തില്ലേ, കല്ല് പറക്കി എറിയത്തില്ലേ. അപ്പോൾ ഇന്നലത്തെ കാര്യം എനിക്ക് ഭയങ്കര സന്തോഷം കൊണ്ട് ഇന്നലെ മുതൽ ഭയങ്കര സന്തോഷം കേട്ടോ. എനിക്ക് അച്ഛൻ്റെ ഇതൊക്കെ കിട്ടിയത്, ഭയങ്കര അനുഗ്രഹം കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം. നേരത്തെ ഞാൻ ധ്യാനം കൂടാൻ പോകുമായിരുന്നു, നമ്മുടെ കടമ്പനാട് പള്ളിയിൽ പോകുമായിരുന്നു ധ്യാനം കൂടാൻ. ഇപ്പം പിന്നെ ഈ പിള്ളേരും ബേക്കറികളും ഒക്കെ ഇവിടെയൊക്കെ ഇരിക്കുന്നതുകൊണ്ടല്ലേ നമുക്ക് അങ്ങനെയൊന്നും പോകാത്തത് കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വിശേഷം ഇന്നലത്തെ റാസയുടെ കേട്ടോ. അതിനകത്ത് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ തിരുമേനി. ഞാൻ പെട്ടെന്ന് എനിക്കങ്ങ് അന്താളിപ്പാണോ എന്തോ എനിക്കറിയത്തില്ല കേട്ടോ. അന്നേരം എന്ത് ചെയ്യണമെന്ന് എന്തായാലും ഭാഗ്യത്തിന് മോൻ്റെ കയ്യിലോട്ട് അങ്ങ് മൊബൈൽ കൊടുത്ത് വീഡിയോ പിടിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് അച്ഛനെ കേട്ടോ. അതൊരു വലിയൊരു നമുക്ക് അനുഗ്രഹം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈശോയുടെ അനുഗ്രഹം കിട്ടട്ടെ കേട്ടോ. എല്ലാവർക്കും ഞാൻ എന്തായാലും സന്തോഷവതിയാണ് കേട്ടോ. എനിക്ക് ഈശോയുടെ അനുഗ്രഹമൊക്കെ ഇങ്ങനെ വല്ലപ്പോഴും ഒക്കെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ അല്ലേ. നമുക്ക് അല്ലേ ഉള്ളൂ പ്രാർത്ഥന. എൻ്റെ കൂട്ടുകാരെയും കുടുംബത്തിനെയും എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോഴും നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന നമ്മുടെ വീഡിയോ കാണാൻ പോകാം കേട്ടോ. അപ്പോൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.